ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടോപ്പ് തുണിയെ ഇതിൻ്റെ കറക്റ്റ് നടുകെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഈ അളവ് ചുരിദാർ ഇത് തുണിയുടെ മുകളിൽ ഇതുപോലെ കറക്റ്റായി വെച്ച് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ തയ്യൽ വരുന്ന വിധത്തിൽ വേണം ഇവിടെ വെക്കാൻ. അപ്പോൾ നമുക്കിവിടെ ഒരു ഷോൾഡർ മാർക്ക് ഉണ്ടാവും. ഈ ഷോൾഡറും കൈയും യോജിക്കുന്ന സ്ഥലത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കൂടി അടുത്ത് തന്നെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ചെയ്യേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി ഞാനിവിടെ താഴെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൈക്കുഴി ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് ഇവിടെ അടയാളപ്പെടുത്തി അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗം നമ്മളൊന്ന് നീട്ടി വരക്കണം. ഈ 2 ലൈനും ഒന്ന് നീട്ടി വരക്കണം. തയ്യത്തുമ്പിൻ്റെ അളവ് കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അത് ഇതിൻ്റെ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അതുവരെ ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്ലിറ്റ് ഇതാണ്, ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത്. ഈ സ്ലിറ്റ് വരുന്ന പോയിൻ്റ് ഒന്ന് നീട്ടി വരക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം, അതായത് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ ഇറക്കം കുറച്ചധികം ഉണ്ട്. നമ്മുടെ പാറ്റേൺ പ്രകാരം ഇതിൻ്റെ ടോപ്പിന് അധികം ഇറക്കമില്ല. ഇനി ഇതിൻ്റെ താഴത്തെ ഇറക്കം 12 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ മാത്രമേ ഇറക്കം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വരെ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ച് ഈ സ്ലിറ്റ് പോയിൻറ്റിനെയും 12 ഇഞ്ച് എടുത്ത ആ പോയിൻറ്റിനെയും ഒന്ന് വരച്ചു കൊടുക്കണം. അതിന് ശേഷം ചെയ്യേണ്ടത്, ഇത് ഒരു 3/4 ഇഞ്ചാണ് ഞാനിവിടെ ഇതിൻ്റെ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഈ ലൈനിനെ കൂട്ടി വരച്ചു. അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ചാണ് ഞാൻ കൂട്ടി എടുത്ത് വരച്ചിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ സ്ലിറ്റ് വരെ വരച്ചിട്ടുണ്ട്. അതിനെയും ഞാനൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുത്തു. ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് കൂട്ടിയെടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റും ഇതിൻ്റെ കൈക്കുഴിയുടെ ഈ പോയിൻറ്റും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ നൈറ്റി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ തയ്ച്ചിരിക്കുന്ന തുണി വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് വരഞ്ഞെടുക്കാം. ഷേപ്പ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഷോൾഡർ അളന്നെടുക്കുക. ഇതിൻ്റെ ഷോൾഡർ 6.25 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആം ഹോൾ 6.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 6.25 6.5 മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ്. ഇവിടത്തേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും. കൈക്കുഴി 6.5 ഇഞ്ചും ഷോൾഡർ 6.25 ഇഞ്ചും മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഈ 2 പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വരയ്ക്കാൻ വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇത് ബാക്ക് ഭാഗത്തെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്ക് ഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.25 എടുക്കാം. ഞാനിവിടെ ഒരു 1.25 വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് വണ്ണം 3 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ബാക്ക് കഴുത്തിൻ്റെതും ഒരു 3 ഇഞ്ച് തന്നെ എടുക്കാം. ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 5.25 ഇഞ്ചാണ്.
അപ്പോൾ ഞാൻ 5.25 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. വണ്ണം 3 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 1/4 ഇഞ്ച് കൂടി കുറച്ച് 2.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇറക്കം 5.25 എടുത്തത്. ഇനി ഇതിൻ്റെ ലൈനിങ് ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഓരോ പോയിന്റിൽ നിന്നും ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിനെ ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ വെക്കുന്ന ലൈനിങ്ങിൽ ഞാൻ ക്യാൻവാസ് വെച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ക്യാൻവാസിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ വെക്കുക. ക്യാൻവാസ് 2ആയി മടക്കണം. എത്രയാണോ നമുക്ക് വേണ്ടത് അത്ര മടക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ചുരിദാറിൻ്റെ കഴുത്ത് ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മൾ ഇവിടുന്ന് ക്യാൻവാസ് വെക്കുന്നില്ല. ഒരു 1/4 ഇഞ്ച് ഇവിടുന്ന് തൊട്ടേ നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് കൂടി കടത്തി വേണം നമ്മൾ മാർക്ക് ചെയ്ത് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൈയിൻ്റെ കട്ടിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൈ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. തുണിയെ 4ആയി മടക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തയ്യൽ വന്ന ഭാഗത്ത് നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തയ്യൽ തുപ്പിന് വേണ്ട ഒരു 1/2 ഇഞ്ചോ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ താഴെ കൈക്കുഴി വരുന്ന വശത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് ഇതിൻ്റെ ഈ ലൈൻ തയ്യലിൽ വരുന്ന ആ വശത്ത് കൂടി ഒന്ന് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ തൊട്ടടുത്തുള്ള 1/2 ഇഞ്ച് വരുന്ന അവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്തു, ഷേപ്പ് ചെയ്തു താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ തയ്യൽ തുമ്പ് 1.25 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.25 ഇഞ്ച് താഴേക്കെടുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്ത് പിന്നെ ഇതിൻ്റെ വണ്ണം നോക്കുക. അതിന് ശേഷം 1.25 ഇഞ്ച് കൂടി കൂട്ടിയെടുത്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് തുണിയുടെ മുകളിൽ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടാണ് ഞാൻ ഈ ക്യാൻവാസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഈ ലൈനിങ് പീസും ഇതുപോലെ വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ മറിച്ചിടണം. ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കത്രിക കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിടുമ്പോൾ ഇത് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരും. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
ഈ പീസ് തുണിയെ ഒന്നുകിൽ നമുക്ക് ഈ ലൈനിങ് തുണിയായിട്ട് കൈത്തുണി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കഴുത്ത് ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്തെ ക്യാൻവാസ് ഞാൻ ഈ ലൈനിങ്ങുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ലൈനിങ് ഈ നല്ല തുണിയുമായിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ 2 പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഇത് ലൈനിങ് അത്ര കട്ടിയില്ല, അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു തുണി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കറക്റ്റ് ഡിസൈൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ഇവിടെ വരുന്ന ഇതിലേക്ക് കൂടി തന്നെ കറക്റ്റായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സൈഡിലേക്ക് കൂടിയാണ് ഇതൊന്ന് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് തയ്ച്ചതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ലൈനിങ്ങുമായിട്ട് ഇതിനെ ഒന്ന് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സൈഡിലേക്ക് കൂടി ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ നെക്ക് കൂട്ടി യോജിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ ഡിസൈൻ കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൈയിൻ്റെ മുകളിൽ ഡിസൈൻ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൈക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച തുണീൻ്റെ അടിയിൽ ലൈനിങ് വെക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ ഡിസൈനിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് തയ്ച്ചതിന് ശേഷം ഇത് അപ്പുറത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇതിൻ്റെ നല്ല വശത്തേക്ക് മടക്കി ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് ഇവിടെ നിന്നോളും. അതിനുശേഷം ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ ചെറിയൊരു ബ്ലാക്ക് ലൈൻ ഇവിടെ വരുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ടുണ്ടാവും. നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ കളറിലുള്ള നൂല് വെച്ച് തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതുപോലെ ഇങ്ങനെ കൈയിൻ്റെ ഡിസൈൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈക്കുഴി ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ കൈയുടെയും കൈക്കുഴി ഇത് വെച്ച് വെട്ടിക്കൊടുക്കാം.
ഇനി ഇതിൻ്റെ നെക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഓൾറെഡി കട്ട് ചെയ്ത സമയത്ത് ഞാനിത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടയാളപ്പെടുത്താൻ വേണ്ടി ഇതിങ്ങനെ മടക്കി ഇതിൻ്റെ ഈ ലൈൻ വരച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മടക്കിലേക്കൂടി ലൈൻ വരച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റേ വശത്തും ആളുകൾ നോക്കിയിട്ട് ഞാൻ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കുകൾ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഫ്രണ്ട് വശത്തിൻ്റെ താഴെ ഭാഗത്ത് കൈക്ക് വെച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. നമ്മൾ സാധാരണ ആ തുണിയെ ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുത്ത് മുകളിൽ വശം മാത്രമേ ഞാൻ മടക്കി തയ്ച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം ഇതിൻ്റെ അളവ് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൈ കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലത് ഭാഗത്തുള്ള കൈയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ കുഴിച്ച് വെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൈ കറക്റ്റാണോ വന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നേരത്തെ ഇവിടെ ഞാൻ കൈയുടെ ഇവിടെ ഒന്ന് സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററുമായിട്ട് വരുന്ന വശത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്യുമ്പോൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അളവ് എങ്ങനെയാണ് മുകളിലേക്ക് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇത് കറക്റ്റ് അളവിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ വരുന്നത് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇവിടെ ഉണ്ടാവും. അപ്പം ആ മടക്കിയതിലേക്കൂടി തന്നെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അതുപോലെ നന്നായി വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഡാർക്ക് ചെയ്ത് വരക്കണം. അങ്ങനെയാണ് മാത്രമേ ഇതിൻ്റെ അടുത്ത വശത്ത് നമുക്ക് കറക്റ്റായി മാർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്കൂടി ഒന്ന് ഡാർക്കായി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെയും ഞാൻ അതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ വണ്ണം നോക്കണം. അപ്പം നമ്മൾ ആദ്യം അളവിന് വേണ്ടി എടുത്ത ചുരിദാറിൻ്റെ സ്ലിറ്റ് വണ്ണം നോക്കുക. എന്നിട്ട് ഇത് അളന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. കറക്റ്റ് അല്ലെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം.
സ്ലിറ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലിറ്റിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കൂ. എന്നിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് റഫായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുമ്പോൾ ഈസി ആയിരിക്കും. ഇതുപോലെ വെച്ച് ഇവിടെ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മറ്റേ വശത്തും ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്ലിറ്റ് ഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ ഇതുപോലെ മുകളിൽ വെച്ചാണ് തയ്ച്ചത്. അപ്പം അതുകൊണ്ട് ഒന്ന് മടക്കി ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ലെവല് നോക്കുക. അപ്പം ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പം അത്രയും ഉള്ളിലേക്കാക്കി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെമി പാട്ടിയാല പാൻറ്റിന് പറ്റിയ ഒരു ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.